ഹലോ ഗൈസ്, നമസ്കാരം. വെൽക്കം ടു മൂപ്പൻസ് വ്ലോഗ്സ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോയുടെ അടുത്ത് പ്ലേ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതെന്താ എന്ന് നിങ്ങൾ മുഖത്ത് വിരൽ വെച്ചേക്കാം. അതിൻ്റെ പിന്നാലെ അതിൻ്റെ ചില സത്യാവസ്ഥകളും കൂടെ, അത് എന്തുകൊണ്ടാണ് ഓരോ വ്യക്തികൾ സമൂഹത്തിൽ ചില കാര്യങ്ങളെങ്കിലും ഇങ്ങനെ ചെയ്തു പോകുന്നത് എന്നുള്ളൊരു കാരണം കൂടെ നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് ആ ഭാഗം കൂടെ കേൾക്കണം എന്നുള്ളൊരു കാര്യമാണ്. അതിലെ കൂടുതലൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. അതാദ്യം ഈ കാണാൻ പോകുന്ന നിങ്ങളെ ഉദ്വേഗജനകമാക്കുന്ന ആ ഒരു സംഭവം തുടക്കത്തിൽ ഞാനത് കാണിക്കാം. അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള എന്താണ് നടന്നെന്നുള്ള കാര്യം അവർ തന്നെ പറയട്ടെ, നമുക്കത് കേൾക്കാം. പല ലേഡീസിൻ്റെയും തുണിയില്ലാത്ത വീഡിയോ പ്രൊമോട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലോണ്ടാണ് ഇവൻ കയറിയിട്ട് ആദ്യം എൻ്റെ നേരെ ചളിവാരി അറിയാൻ വന്നത്. നീ അതാദ്യം നിർത്ത്. നീ ഇതുപോലെയുള്ള വീഡിയോസ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതെന്താ ഇങ്ങനെ ഇവർ പബ്ലിക്കായിട്ട് ഇങ്ങനെ കുളിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിനകത്ത്, എൻ്റെ മനസ്സിനകത്ത് വന്നിരുന്നു. കാരണം 2-3 ദിവസമായിട്ട് ഇതുപോലുള്ള വീഡിയോസ് എൻ്റെ മുമ്പ് കിടന്ന് കറങ്ങുന്നുണ്ട്, കുറേ പേര് അയച്ചു തരുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയില്ല എന്നുള്ള ആ വസ്തുത. അപ്പോൾ എന്താണ് സംഭവം? ഇപ്പം ഒത്തിരി പേര് ഇതുപോലെ യൂട്യൂബിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ലൈവ് നിങ്ങൾ കാണുന്നുണ്ടാവും. ലൈവ് ഓപ്ഷൻസിൽ ചുമ്മാ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് പല തരത്തിലാണ്. ഇപ്പം ചില ചില ആപ്പുകളുണ്ടല്ലോ, മറ്റേ ടാങ്കോ പോലുള്ള ആപ്പുകൾ പോലത്തെ പരിപാടികൾ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ലൈവിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് ഞാൻ കണ്ടിട്ടില്ല. സോ അതിനുശേഷം മറ്റൊരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേറൊരു വീഡിയോ അയച്ചു തന്നു. അപ്പം ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് എന്താണ് ഇതിനകത്തുള്ള റിയാലിറ്റി എന്നുള്ള കാര്യം മനസ്സിലായത്. ഇപ്പോഴും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഇവരെന്താണെങ്കിലും ഇതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ജസ്റ്റ് കേട്ട് നോക്കാം. നമ്മൾ വിഷമിക്കുമ്പോൾ ഒരു ചെറ്റിയില്ല, നമ്മൾ വിഷമിക്കുമ്പോൾ ഒരു ചെറ്റിയുമില്ല. നമ്മൾ വിഷമിക്കുമ്പോൾ ഒരു ചെറ്റിയില്ല, നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നറിയാൻ ഒരു ചെറ്റിയില്ല. ചളി തേക്കാനും കരിവാരി തേക്കാനും തെമ്മാടിത്തരത്തിനും ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾ തന്നെയാണ് ക്രിമിനൽസിനെ വളർത്തുന്നതും, നിങ്ങൾ തന്നെയാണ് എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതും. അപ്പം ഈ ഒരു വാക്കിന്റെ ധ്വനിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടായിരിക്കും. എന്തൊരു ഇവർ ആരോടുള്ളൊരു പ്രതിഷേധം, ആരോടുള്ളൊരു ദേഷ്യം, ആരോടെയുള്ളൊരു പകപോക്കൽ എന്തോ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്. അത് തന്നെയാണ് ഇതിനകത്തുള്ളൊരു കാരണം. നമുക്ക് എന്താണ് ആ കാരണം എന്നുള്ളൊരു കാര്യം ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം കേൾക്കുമ്പോൾ ഈ ലേഡിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇവരാണോ എന്ന് നിങ്ങൾ ചോദിച്ചു പോകും. ഞാൻ ഇരയാണ്, ഇരക്കാണ് ഇവിടെ നീതിയില്ലാത്ത. ഇരക്കൊപ്പം പലയിടത്തും കേൾക്കുന്നത്, ഇരേൻ്റെ ഒപ്പം ആരുമില്ല. അവർ ഒരു ഇരയാണ് എന്നാണ് അവർ പറയുന്നത്. ആ ഒരു കാരണം ശരിക്കും ഞെട്ടിക്കുന്നൊരു കാരണമാണ്. അവരെന്താണ് ഇര എന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്ന് വെച്ചാൽ ഒരു ലേഡി പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നിരുന്നിട്ട് ഇങ്ങനെ ഇതുപോലെ കാണിക്കാൻ പെട്ടെന്ന് ശ്രമിക്കും നിങ്ങൾ തോന്നുന്നുണ്ടോ? അങ്ങനെ കാണിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ലൈവ് ചാറ്റ് എന്താണ് എന്താണ് നിങ്ങൾ പ്രീമിയം മെമ്പർഷിപ്പ് മറ്റു പരിപാടികൾ പല പരിപാടികളും നമ്മൾ കാണാറുണ്ട്. ഇതല്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എൻ്റെ ക്ലാസിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് അവനെ കോളേജ് പ്രൊട്ടക്ട് ചെയ്യുന്നു. അവിടെ നഗ്ന വീഡിയോ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതൊന്നും ഒരു നഗ്ന വീഡിയോയുടെ പേരിൽ ഇവരെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്ന ഒരു വ്യക്തി, അവർ കോളേജിൽ പഠിപ്പിക്കുന്നൊരു അധ്യാപിക എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെറും കോളേജല്ല, എഞ്ചിനീയറിംഗ് കോളേജ്, അതും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കണ്ണൂർ കോളേജ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എന്തോ പഠിപ്പിക്കുന്ന ഈ ഒരു സ്ത്രീക്ക് നീതി ലഭിക്കുന്നില്ല. അവരുടെ ശരീരത്തിൻ്റെ എന്തെങ്കിലും ഭാഗം അതോ നഗ്നത എന്തോ എടുത്തു വെച്ചിട്ട് ഒരാൾ പ്രചരിപ്പിക്കുമെന്നോ അയാൾ അത് വെച്ചിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട്. അതിൽ നീതി വേണമെന്ന് അവർ പറയുന്നത്. എന്റെ അതേ പോസ്റ്റ് 2 പെൺകുട്ടികൾ ഇയാളെ കുറിച്ച് പരാതി പറഞ്ഞത് കോളേജുകാരും ബുക്കി. ഞാൻ 164 കൊടുത്തു. CCTV എവിഡൻസ് നശിപ്പിക്കാണ്ട് സേവ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിസംബർ 12 പരാതി കൊടുക്കുന്നത്. ഈ നിമിഷം വരെ ഒന്നും ആയില്ല. സെലിബ്രിറ്റീസിനെ മാത്രമേ മുഖ്യമന്ത്രി പ്രൊട്ടക്ട് ചെയ്യൂ. ഒരു നടപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പാളോട് പ്രതിഷേധിച്ചപ്പോൾ അയാൾക്ക് സസ്പെൻഷൻ ഓർഡർ അടിച്ചു. അതേ സെക്കൻഡിൽ തൊട്ടടുത്ത ഫയൽ നമ്പർ ഇട്ടിട്ട് എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു. എനിക്ക് ഇതിൽ നീതി വേണം. ഞാൻ അവർക്കുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ളൊരു വിഷമം, അവരെ നഗ്ന വീഡിയോ അടക്കം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നോ അത് പ്രചരിപ്പിക്കുമെന്നോ കയ്യിലുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിനകത്ത് ഇവർ ഹരാസ്മെൻറ്റ് ചെയ്യുന്നു, മെൻ്റൽ ഹരാസ്മെൻറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നൊരു വ്യക്തിയെ ആ കോളേജും ഭരണകൂടവും സംരക്ഷിക്കുന്നു.
അതിൽ അവർ പ്രതിഷേധിച്ചിട്ട്, അത് മാത്രമല്ല അതിൻ്റെ ഈ വ്യക്തിയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇവരവിടെ നിന്ന് സ്ഥലം മാറ്റം നടത്തുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് ആരോപിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള സത്യാവസ്ഥ നമുക്കറിയില്ല. ഇതിപ്പോൾ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലിൻ്റെ അകത്താണ് ഇതിനകത്തുള്ള ഈ ഒരു വിഷയം വന്നിരിക്കുന്നത്. 2 ദിവസത്തിന് മുമ്പുള്ളതാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ടൈറ്റിൽ ഇങ്ങനെയാണ്: എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എഴുതി വെച്ച് പൊട്ടിക്കരഞ്ഞ അധ്യാപിക എന്ന് തന്നെയാണ്. അവരൊരു ടീച്ചറാണ്. ചെയ്യണം, അല്ലെങ്കിൽ എന്നെ കൊന്നു കെട്ടിത്തൂക്കോ, ഞാൻ ആത്മഹത്യ ചെയ്യോ, അല്ല എന്നെ ഉപദ്രവിക്കുന്നില്ല, ഇതൊന്നും എനിക്കറിയില്ല. ഇരയാണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവരൊരു ഇരയാണ് എങ്കിലും അവർ പോരാടാൻ തീരുമാനിച്ചിട്ടാണ് ഉള്ളതെന്ന് അവർ തന്നെ പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മുടെ ഈ പലതരത്തിൽ ഇപ്പം ഞാൻ ആദ്യം തുടക്കത്തിൽ കണ്ട വീഡിയോയും ഇതും വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും അവർ കംപ്ലൈൻറ്റുകൾ കൊടുക്കുന്നു, നടപടിയില്ല. ഭരണകൂടത്തിൻ്റെ ആൾക്കാർ ഈ പുള്ളിയെ സംരക്ഷിക്കുന്നു. കണ്ണൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, രാഷ്ട്രീയം നല്ല രീതിയിലുള്ളൊരു നാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിലുള്ള എല്ലാവരും ബോംബുണ്ടാക്കുന്നവരാണെന്നും കണ്ണൂരെല്ലാം ക്രിമിനൽസ് ആണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അനാവശ്യം പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഞാൻ കണ്ണൂർ പോയിട്ടുള്ള ആളാണ്. കണ്ണൂരുള്ള ആൾക്കാരോടൊക്കെ നല്ല കോൺടാക്റ്റ് ഉള്ള ആളാണ്. എന്ത് നല്ല മനുഷ്യരെന്നറിയാം. ഒരിക്കലും ഞാൻ കണ്ണൂർ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം ആവശ്യമായിട്ട് ഞാൻ കണ്ണൂർ പോയിരുന്നു. അന്ന് ഒരാവശ്യവുമില്ലാതെ, അതായത് ഞാൻ അവിടെ നിന്ന് ആരോടത്ത് ഒരു സ്ഥലം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ ഒരാവശ്യമില്ലാത്ത ആ വ്യക്തി അതുവഴി പോയി വണ്ടിയിൽ പോയ വ്യക്തി എന്നെ ആ സ്ഥലത്ത് കൊണ്ടിറക്കി വിട്ടിട്ട് എന്നെ അവിടെ നിന്ന് ഇറങ്ങി, അയാളുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി എനിക്ക് ആ സ്ഥലമെല്ലാം കാണിച്ചു തന്നിട്ട് പോയി. എന്നിട്ട് പുള്ളി ആഹാരം കഴിക്കാൻ വിളിക്കുന്നു. എന്നെ പല നല്ല രീതിയിൽ ഞാൻ വിചാരിച്ചില്ല, അന്തം വിട്ടുപോയി. ഇതേ കണ്ണൂർ ഞാനൊരു മനസ്സിനകത്തൊരു ഉൾക്കിടലത്തോടുകൂടിയാണ് പോകുന്നത്. ചിലപ്പോൾ ഈ കണ്ണൂർ എന്തെങ്കിലും ഇതൊക്കെ പറയുന്നത് പോലെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. സീരിയസ്ലി ഇല്ല. എന്ത് നല്ല മനുഷ്യരെന്നറിയുമ്പോൾ പാവങ്ങളാ, ഭയങ്കര പാവങ്ങളാ. പിന്നെ അവരുടെ രാഷ്ട്രീയം, അത് രാഷ്ട്രീയമില്ലാത്ത ആരാ ഉള്ളത്? രാഷ്ട്രീയം വേണം ഇല്ലേ? നമ്മുടെ ഈ ഇപ്പോൾ കണ്ടില്ലേ ഒരു അലഹബാദി, അതിൻ്റെ വിഷയം വേറെയാ. ഓക്കെ, രാഷ്ട്രീയം വേണം. രാഷ്ട്രീയമില്ല എന്ന് നമ്മൾ പറയാനൊന്നും പാടില്ല, രാഷ്ട്രീയം വേണം. സോ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ കണ്ണൂരിലുള്ള ഈ പറഞ്ഞ സ്ഥലത്ത് നടന്നൊരു കാര്യമാണ്, ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഈ അധ്യാപികയ്ക്ക് അവിടെ ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ നേരിടുകയും അതിന് അവിടെ നിൽക്കുന്ന ആ ഒരു കോളേജിൻ്റെ അധികൃതരും മറ്റുള്ളവരും എല്ലാം അയാളെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഈ സ്ത്രീക്ക് വേറെ വഴിയില്ല. ഞാനൊരു ഇരയാണ്. ഞാൻ കുറച്ച് ആൾക്കാരോട് ഞാനിങ്ങനെ പോവാന്ന്, ഒരാഴ്ച സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇരിക്കേണ്ടി വന്ന് എനിക്ക് ക്യാഷ് അയക്കണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്താ എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. എൻ്റെ ജോലിയില്ല. ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. പിന്നെ 57 ദിവസം ഇവന്റെ ശല്യം കൊണ്ട് ഞാൻ ലോസോപ്പി എടുത്തു, ശമ്പളമില്ലാത്ത ലീവ് എടുത്തു. ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്താ വിഷമെന്ന്. അല്ല ചോക്കു, ഗതികേടല്ലേ? അവരുടെ ജോലി നഷ്ടപ്പെടുത്തി, അവരുടെ ജോലിയില്ല, ട്രാൻസ്ഫർ അടിച്ച് അവർക്ക് ഇപ്പോൾ നിലവിൽ ജോലിയില്ല. അപ്പം അവർ ഗവൺമെൻറ് അല്ല കേട്ടോ. സോ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എന്തായാലും ഒരു അധ്യാപികയാണ്. അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആ ജോലിയിൽ നിന്നും അവരെ പുറത്തേക്ക് മാറ്റുന്നു. അതിന് ഒരു നിവൃത്തിയില്ല, അവരുടെ വരുമാന മാർഗം നിൽക്കുന്നു. അപ്പം വരുമാന മാർഗം ഒക്കെ നിൽക്കുന്ന ആ ഒരു സ്ത്രീ അവർ സമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് മുമ്പുള്ള അവരുടെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് നോക്കി, ഏതാണ്ട് 1 ഇയറിന് മുമ്പുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കി. അതിനകത്തൊന്നും അവർ അങ്ങനെ ഒരു നഗ്നമായ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്കുള്ളൊരു കാര്യമൊന്നും അവർ ചെയ്യുന്നിട്ടില്ല. അപ്പോൾ അവർക്ക് എന്തോ ഒരു പ്രതിഷേധിക്കാനുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ മറ്റൊരു വശം കണ്ടിട്ട് നമ്മളിപ്പോൾ സമൂഹത്തിൻ്റെ അത് എന്തൊക്കെ തരത്തിൽ പ്രതിഷേധം കാണുന്നത്. ഇപ്പോൾ ഇതൊരു നല്ല ഒരു പ്രതിഷേധ മാർഗമാണ്, ഈ ഒരു രീതിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ ബുദ്ധിമുട്ടും അവരുടെ വിഷമവും നമുക്കറിയാത്രത്തോളം കാലം അവർ ഈ പറയുന്നതിനകത്തൊരു സത്യമുണ്ടെന്നാണ് വിശ്വസിക്കാൻ താല്പര്യം. അധികാരി ചോദിച്ചിട്ടില്ല, ഡിപ്പാർട്ട്മെന്റ് മേലധികാരി ചോദിച്ചിട്ടില്ല. ഇവന്റെ തെമ്മാടിത്തരെല്ലാം ഞാൻ പോയിട്ട് എൻ്റെ ലാബ് ഹെഡ് ഉണ്ട് രാജേഷ് കെ എടുക്കുന്ന അവര് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ ഇടപെടുന്നെന്ന്. 2 പെൺകുട്ടികൾ ഇയാളെ കുറിച്ച് പരാതി പറഞ്ഞത് കോളേജുകാരും മുക്കി. ഇയാളെ രോഗമാണ്. ഇയാൾ മുന്നേ 2 സ്ഥാപനത്തൊന്നും ഈ പ്രശ്നമായിട്ട് തന്നെ നമ്മുടെ അടുത്തേക്ക് വന്നത്. ഓക്കെ, ഇതാണ് ഇവർ അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം അവർ ഇതിനെക്കുറിച്ച് അവർ വീണ്ടും മറ്റൊരു കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് വീഡിയോ ഇട്ടിരിക്കുന്നു. അതായത് പുറകിലടിക്കുന്നതും മുന്നിലടിക്കുന്നതും ഞാൻ തന്നെ. പുറകിൽ നിന്ന് അടിക്കുന്നതും മുന്നിൽ നിന്ന് അടിക്കുന്നതും ഞാൻ തന്നെ. ഭയങ്കര ഗ്യാങ്. ഞാൻ ഒറ്റക്ക് എല്ലാം ഞാൻ ചെയ്യണം. പിന്നെ ഗോളടിക്കണം, പിന്നെ ബാക്കിലും ഫ്രണ്ടിലും നടുക്കും എല്ലാം നിൽക്കണം. തട്ടുന്ന ആളെ എല്ലാം സ്വന്തം നേരിടണം. തട്ടി കുഴിയിലിടാൻ നോക്കുന്നു. എങ്ങനെയും കുഴിയിൽ വീഴുന്നില്ല. പിന്നെയും ഞാൻ ഒറ്റക്ക് ഫ്രണ്ടിലും മുന്നിലും നടുക്കും നിന്ന് നേരിടുന്നു. പിന്നെ വീഡിയോസിനകത്ത് മൊത്തത്തിൽ അവരൊരു പ്രതിഷേധ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഇത് കണ്ട വീഡിയോസിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ വലിയ ടീം പുറകിലുണ്ട്, രാഷ്ട്രീയ ഗുണ്ടായുസം തെളിവ് എന്നൊക്കെ പറഞ്ഞ് ഇരുട്ടിയാൽ പല ക്യാമ്പും ഗോവയേക്കാൾ കഷ്ടം. പിന്നെ നമ്മുടെ സദാചാരത്തിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വീഡിയോ
2023 ഡിസംബർ 3 ഇട്ടേക്കുന്ന വീഡിയോ മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും അവർ മോശമായിട്ടുള്ള രീതിയിൽ നിന്നില്ല. വളരെ നല്ല രീതിയിൽ ആണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങുന്നത്. ഒരു പരിധി വിട്ടപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഡിപ്രസ്ഡ് ആണോ? കാരണം ഒരാളുടെ ജോലി നഷ്ടപ്പെടുക, അവരെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അമാന്യമായ രീതിയിലേക്ക് ചിത്രീകരിക്കാൻ ശ്രമിക്കുക. അപ്പം സമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ മാർഗമായിരിക്കാം മേ ബി ഇപ്പോൾ ഈ നിങ്ങൾ കണ്ട ഈ കുളി പോലുള്ള കാര്യമോ അല്ലെങ്കിൽ അതുപോലത്തെ തരത്തിലുള്ള കാര്യങ്ങളോ. അപ്പം ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളെ ചില ആൾക്കാരുടെ ഒക്കെ സ്വഭാവത്തില് അതായത് ഇതുപോലുള്ള പരിപാടികളുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ട് പോയി എത്തി നോക്കാൻ വേണ്ടിയിട്ട് അവർ പോയിരിക്കും. ആ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് കാഴ്ചക്കാരുണ്ട് തന്നെ അത് കാണിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട്. പിന്നെ ആരും മാന്യന്മാരെന്നല്ല, വലിയ സദാചാരവും വലിയ വർത്തമാനവും ഡയലോഗൊക്കെ അടിക്കുന്ന എല്ലാവരും ഈ രാവിലെ സദാചാരവും രാത്രിയാകുമ്പോഴേക്കും ചില സൈറ്റുകളിനകത്തും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വലിയ മാന്യതയൊന്നും ആരും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയുമുണ്ട്, സ്ത്രീകളുടെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നു, ആളുടെ പേര് താഴെ ഉണ്ടെന്ന് കമന്റിൽ ഉണ്ടോ? ഹായ് ഒരു ഈ ഡയറക്ടർ മറ്റേത് എന്നെല്ലാം പറയുന്ന പോലെ ഇവന്റെ ജോലി അതാണ്. ഈ പെണ്ണുങ്ങളെ ഫോട്ടോ പരസ്യമാക്കുക എന്നുള്ളത് ഇവന്റെ ഒരു മെയിൻ ഹോബി. അപ്പോ ആ സബ്ജക്റ്റ് ഒരു വിധം കെട്ടടങ്ങിയെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും അറിയില്ല. അപ്പൊ ഇപ്പോഴും എന്തായാലും പേരെവിടെയാണോ എന്തോ, പേരിവിടെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എനിവേ ഇതിനകത്ത് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ആ ഒരു ലേഡിക്ക് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്ന തൊഴിലിടത്തിൽ നിന്നും മോശമായ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് അവരുടെ തന്നെ നഗ്ന വീഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരാൾ ഹരാസ് ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ജോലി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതിന് അധികാരികളെ കാണുകയും കേസുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും അയാളെ സംരക്ഷിക്കുകയും അയാൾ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇവരവിടെ നിന്ന് പുറത്താകുന്ന സാഹചര്യം വന്നു. അതിൽ നിന്ന് തിരിച്ച് മുക്തി നേടാൻ വേണ്ടിയിട്ട് പറ്റാത്ത അവർ അതിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് നടത്തുന്നത് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ആ വീഡിയോസിൻ്റെ അകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവരുടെ പേര് ഞാൻ പറയാം, ശ്രീലു മൈ ലൈഫ് എന്നാണ് ചാനലിൻ്റെ നെയിം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ കേൾക്കാം, ഓക്കെ ആയിക്കോട്ടെ. ശ്രീലു മൈ ലൈഫ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പം അതിനകത്ത് തീർച്ചയായിട്ടും അവരിട്ടേക്കുന്ന വീഡിയോസിൻ്റെ നിങ്ങൾ കാണുന്ന സമയത്ത് ജഡ്ജ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ തുടക്കത്തിലുള്ള അവരുടെ വീഡിയോ, ഓൾഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതും കൂടെ കണ്ടതിന് ശേഷം ജഡ്ജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മീൻസ് അവരുടെ ഒരു കോസ് ഉണ്ട്, ഒരു 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 എന്താണ് പ്രോപ്പറായിട്ടൊരു കോസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുമെന്ന് അറിയത്തില്ല. നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കണക്കിന് ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുമ്പോൾ അതിന് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് അതിന് നമുക്ക് ദേഷ്യം വരും. പക്ഷേ ഇതിനകത്തൊരു കോസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവരൊരു അധ്യാപികയായിരുന്നു. അവരിപ്പോൾ ആലോചിച്ച് നോക്കൂ, അവർ ആ ഒരു കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ നിൽക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തമായ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ ഇവരെ മാനസികമായിട്ടും ശാരീരികമായിട്ട് അല്ലെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തി അവിടെ വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെ പൊതുമധ്യത്തിൽ മോശക്കാരിയാക്കാൻ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേസിന് ഒരു ഇതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അവരത് പ്രതിഷേധിക്കുന്നതാണ്. പ്രതിഷേധത്തിൻ്റെ അകത്ത് അവർ നഗ്ന സെറ്റപ്പ് അല്ല ആ പ്രതിഷേധം. പക്ഷേ ആ കുളി എന്ന് പറയുന്ന സംഭവങ്ങളും അതുപോലുള്ള തരത്തിലേക്കുള്ള ഒരു വസ്ത്രവിധാനത്തിൽ വന്നിരിക്കുന്നതും പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് സ്വയം തന്നെ അപഹാസ്യമാവുന്നു അവർക്ക് അറിയാത്ത ഒരാളായിരിക്കത്തില്ല. കാരണം ഒരു അധ്യാപികയാണ്. സ്വാഭാവികമായിട്ട് കമൻറ്റ് ബോക്സിലെ കമൻറ്റിൽ കണ്ടു, നിങ്ങളൊരു ടീച്ചറല്ലേ, നിങ്ങൾ ഇങ്ങനെ തരം താഴാമോ, പിന്നെ എന്താ കളവി എണീറ്റ് പോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസാണ്. ഈ കമൻ്റ് ഇടുന്നവർ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഒരു ഓഡിറ്റിംഗ് എന്നുള്ള സംഭവം അത് ശരിക്കും പറഞ്ഞാൽ ഭയാനകവും ക്രൂരവുമാവും. കാരണം നമ്മൾ ചെയ്തേക്കുന്ന കാര്യത്തിൻ്റെ എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്തേക്കുന്നത് എല്ലാ വീഡിയോസിലും ആർക്കും പറയാൻ വേണ്ടിയിട്ട് കഴിയുന്ന വരത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി ആ കുളിയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജഡ്ജ് ചെയ്യും, ഇതെന്താ ഇവർ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കും. അതേസമയത്ത് അവരതിൻ്റെ പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും പറഞ്ഞു പോകുന്ന സദാചാരത്തിനെ കുറിച്ചും അവർക്ക് ഏറ്റ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഇത് പറയുന്നുണ്ട്. എന്നാൽ ഈ പ്രധാനപ്പെട്ട ഭാഗം മാത്രമല്ലേ കാണുള്ളൂ. അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ആരും കാണാൻ ശ്രമിക്കത്തില്ല. അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അതാണ് അവസ്ഥ. അതുകൊണ്ട് അവർ ലേഡിയുടെ ഭാഗത്ത് എന്തൊക്കെയോ ശരികളുള്ള പോലെ തോന്നുന്നു. അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ കേസ് കൊടുക്കാനും പത്രസമ്മേളനം വിളിക്കാനും ഇതിൻ്റെ പുറകെ നടക്കാനും ഒക്കെ ശ്രമിക്കില്ലല്ലോ. ഇതിൻ്റെ പുറകിൽ അത് ഉന്നതരുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് ആർക്കും അറിയത്തില്ല. പിന്നെ ഇതൊക്കെ അവരുടെ ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളുടെ പിന്നിലുള്ള സത്യം, അതിൻ്റെ കാര്യങ്ങൾ അതൊക്കെ കോടതി വ്യവഹാരത്തിലൂടെ നിയമത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. അല്ലാതെ നമുക്ക് ഇവർ പറയുന്നതിന് ഏകപക്ഷീയമായി വിശ്വസിക്കണമെന്നില്ല. അത് അവർ പറഞ്ഞു, നമ്മൾ കേട്ടു, അതിൻ്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ സത്യമുണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം. അതാണോ സത്യം എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് നടത്താൻ നമ്മൾ ആരുമല്ല. ഇതാണ് ഈ ഒരു സംഭവം. ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതായത് ഈ ടീച്ചറിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളൊരു സംഭവം കുളി അപ്പം അതുകൊണ്ട് ഇത് 1-2 പേര് ഇതിനകത്തുള്ള ഐഡിയ എനിക്ക് തന്നതിന് ശേഷം മാത്രമാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ ചെയ്തു. ഇതിനെക്കുറിച്ച് നിങ്ങൾ
നിങ്ങളുടെ അഭിപ്രായം എന്താ? കാരണം ഒരു പ്രശ്നം ഇതുപോലുള്ളൊരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ സമൂഹം ഒറ്റപ്പെടുത്തുന്നു, ഈ ജോലി സ്ഥലത്ത് നിന്ന് അവർ ഒറ്റപ്പെടുത്തുന്നു, കൂടെ നിൽക്കാൻ ആരുമില്ല, നിയമത്തിൻ്റെ മുമ്പിൽ പോയിട്ടും ന്യായം അതിനുള്ള നീതി കിട്ടുന്നില്ല. ഇതെല്ലാം ചെയ്തതിന് ശേഷം പലരും ഈ തൂക്കുകയറിലേക്കൊക്കെ പോയി തൂങ്ങി ആടാനും ആത്മഹത്യയെ ആശ്രയിക്കാനൊക്കെ ശ്രമിക്കും. അത് ചെയ്യരുത്, നെവർ. അതിന് പകരം ഇവർ ചെയ്തൊരു പരിപാടി ശരിക്കും തെറ്റായിരിക്കാം സമൂഹത്തിൻ്റെ മുമ്പിലും കണ്ണിലും, പക്ഷേ അവർക്ക് അതിനകത്തൊരു വ്യക്തമായൊരു കാരണമുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ നിങ്ങൾ ബൈ.